രേണു ചേച്ചി കട്ടക്കരിപ്പിലാണ് സുഹൃത്തുക്കളെ, കട്ടക്കരിപ്പിലാണ്. രേണു ചേച്ചിയെ സപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു അധിക്ഷേപിച്ചിരിക്കുകയാണ്. മോർണിംഗ് ടാസ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഓമന പേരിടാൻ പറഞ്ഞപ്പോൾ രേണു ചേച്ചി അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചു. തിരിച്ച് അക്ബർ രേണുവിനെ സപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. അതിനുശേഷം രേണു ചേച്ചിയുടെ മോണായിട്ട് എന്നെ സപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. എനിക്ക് വിഷമമില്ല, പക്ഷെ എന്നാലും എന്നെ സപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാവർക്കും പേര് കിട്ടി, ക്യൂട്ടി പൈ ക്യൂട്ടി, അത് ഇത് എന്തുവാ പാഷാണത്തെ ക്രിമിയ, അത് ഇത് മുള്ളംപന്നി, എനിക്ക് തോന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെപ്റ്റി ടാങ്ക് എന്ന ഒരു ഇരട്ടപ്പേര് കേൾക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. രേണുസുതി നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നെഗറ്റീവ് എല്ലാം മാറി പോസിറ്റീവായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷെ നന്നായിട്ട് കളിക്കണം. രേണുസുതിയെ സംബന്ധിച്ച് ഒരു തർക്കം നടക്കുമ്പോൾ അതിൽ പോയിന്റ് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും രേണുസുതിക്കില്ല. വെറുതെ ഇങ്ങനെ അലറാനും ഒച്ചവെക്കാനും അല്ലാതെ മറ്റുള്ള കഴിവൊന്നും രേണുസുതിക്കില്ല. നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് രേണുസുതി ഈ ബിഗ് ബോസിലോട്ട് വന്നത്.